ക്ലിയർ. കേന്ദ്ര അവഗണനയിൽ ഒരു പ്ലാൻ ബി ഉണ്ടെന്ന ധനമന്ത്രി തന്നെ ഇന്ന് ബജറ്റ് പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബജറ്റ് പ്രസംഗത്തിൽ അത് ഉൾപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്രം എങ്ങനെയൊക്കെ അവഗണിക്കുന്നു, സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന ആഹ്വാനവും ബജറ്റിന്റെ ഭാഗമായി വരുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ ശ്രീമതി CS സുജാത ചൂണ്ടിക്കാണിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയത്തിലേക്ക്, അതായത് സ്വകാര്യ മൂലധനം വരുന്നതിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതും ഇതേ കാര്യങ്ങളിൽ FDI വന്നപ്പോഴൊക്കെ വിമർശനം ഉയർത്തിയതും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സർക്കാരിന്റെ അതൊരു നയം മാറ്റമാണോ, മറ്റൊരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു നയം മാറ്റത്തിലേക്ക് എത്തിപ്പെടുന്നതാണോ? എങ്ങനെയാണ് BJP ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? സുജയ, ഞാൻ ഈ കേന്ദ്ര അവഗണന എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ നിരവധി ചർച്ചകളിൽ പങ്കെടുത്തുള്ളതുകൊണ്ടും ഒരേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടും ആ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലതവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് അരോചകമായി തീരും. ഇവിടെ ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് സുജയ തന്നെ സൂചിപ്പിച്ചതുപോലെ CPM സൈദ്ധാന്തികമായി വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ മാറ്റത്തിന് തയ്യാറായി, ഗത്യന്തരമില്ലാതെ തയ്യാറായി എന്ന് സൂചിപ്പിക്കുന്ന ചില വാചക പ്രയോഗങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരൊരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി CPM തയ്യാറാവുകയാണ്, അത്തരത്തിൽ മാറ്റത്തിന് അവർ തയ്യാറാവുകയാണെങ്കിൽ അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ അവർ തയ്യാറാകണം, അവരത് ഏറ്റുപറയാൻ തയ്യാറാകണം. അപ്പോഴും ഇത് ഈ ചൈന പണ്ട് ന്യായീകരിച്ചതുപോലെ ഒരു നറേറ്റീവ്, ഒരു ഫേക്ക് നറേറ്റീവ് ഉണ്ട്, ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സുജാത മാഡവും ആവർത്തിക്കുന്നത്. അതൊരു ഫേക്ക് നറേറ്റീവാണ്. എന്ന് ചൈന കമ്മ്യൂണിസം വിട്ട്, അല്ലെങ്കിൽ ചൈന ഗ്ലോബൽ മാർക്കറ്റിനെ പുൽകിയോ, ചൈന എന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അന്ന് അവിടെ സ്വകാര്യ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ പാടെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു തരത്തിലുള്ള സോഷ്യലിസവും ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിസവും ഇല്ല. ഇതൊരു ഫേക്ക് നറേറ്റീവാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ ആശ്വസിപ്പിക്കാനുള്ള, അതല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അഭിരമിക്കുന്ന സുജാതയെ പോലെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ഫേക്ക് ചൈനീസ് നറേറ്റീവാണ് ഡെവലപ്മെന്റ് വിത്ത് ചൈനീസ് സവിശേഷതകളുള്ള, ചൈനീസ് സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. അതൊരു തട്ടിപ്പാണ്. അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രൈവറ്റൈസേഷന്റെ പോളിസിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ പ്രൈവറ്റൈസേഷനെ കുറിച്ചൊക്കെ നമ്മുടെ രാജ്യത്തിന്, അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസി ഉണ്ട്. ഏതൊക്കെ മേഖലകളിൽ സ്വകാര്യവൽക്കരണമാകാം, ഏതൊക്കെ മേഖലകളിൽ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ പോളിസി ഉണ്ട്. പക്ഷേ ആ പോളിസിയല്ല, ആ കേന്ദ്രത്തിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട പോളിസിയല്ല, അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന സമയത്ത് ആ പോളിസി ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ആ പോളിസി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള നയങ്ങൾ ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു സ്വകാര്യ ഇൻവെസ്റ്റർ വരുന്ന സമയത്ത്, ഒരു ഉദാഹരണത്തിന് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കേരള സർക്കാരിന്റെ ലാൻഡ് അക്വിസിഷൻ സംബന്ധിച്ച നയം എന്താണ്? കേരള സർക്കാരിന്റെ ലേബർ സംബന്ധിച്ച നയം എന്താണ്? കേരളത്തിലെ പവർ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? അത് മാത്രമല്ല, ഇവിടെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് കയറ്റി അയക്കണമല്ലോ, എക്സ്പോർട്ട് ചെയ്യണമല്ലോ, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കണമല്ലോ. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഈ 4 കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. ആ 4 കാര്യങ്ങൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്കും ഇൻവെസ്റ്റ്മെന്റ് വരും. ഇപ്പോൾ അടുത്ത 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് സുജാത മാഡം പറയാൻ തയ്യാറാകണം. അവർ നേരത്തെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയതുപോലെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. 3 ലക്ഷം കോടി രൂപയുടെ FDI എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇത് 2014 മുമ്പ് ഇന്ത്യ മരത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മൊബൈൽ ഫോൺ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. എങ്ങനെ 100-ലധികം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ മൊബൈൽ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള കമ്പനി തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയിലും നിങ്ങളൊക്കെ എതിർക്കുന്ന, നിങ്ങളൊക്കെ വെറുക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ ഉൽപ്പാദനം തുടങ്ങി. ടെസ്ല ഇവിടെ ഉൽപ്പാദനം തുടങ്ങി. അതുപോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ, കോർപ്പറേറ്റുകൾ ചൈനയിൽ നിന്ന് വിട്ട്, നിങ്ങൾ ആലോചിക്കണം, കോവിഡ് എന്ന് പറയുന്നത് ചൈനയുടെ സൃഷ്ടിയാണെന്ന് ആരോപിച്ച് ചൈനയിലുള്ള വ്യവസ്ഥിതികളിൽ മനമെടുത്ത് ചൈന വിട്ട കോർപ്പറേറ്റുകൾ എവിടേക്കാ വന്നത്? ഇന്ത്യയിലേക്കാണ് വന്നത്. ആ ഇന്ത്യയിലേക്ക് വന്ന FDIയിൽ ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഡോളറിന്റെ FDI, റെക്കോർഡ് FDI ഇന്ത്യയിലേക്ക് വന്നിട്ട് അതിൽ നിന്നൊരു പെട്ടിക്കട കേരളത്തിൽ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പെട്ടിക്കട തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് 3 ലക്ഷം കോടി രൂപ അടുത്ത 3 വർഷം കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന ഒട്ടും പ്രായോഗികമല്ലാത്ത, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വിൽക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ചോദിക്കണം, അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്താ നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ ഹിസ്റ്ററി, ബാക്ക് ഹിസ്റ്ററി, കഴിഞ്ഞ 7 വർഷക്കാലത്ത് നിങ്ങളുടെ ബജറ്റ് കൂടി എടുത്ത് പരിശോധിക്കണം. നിങ്ങൾ തുടങ്ങിയ കൊക്കോണിക്സ് ലാപ്ടോപ്പ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങൾ കൊട്ടിഘോഷിച്ച K-ഫോൺ എവിടെ എത്തി? നിങ്ങൾ KSRTCയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള 1000 CNG ബസ്സുകൾ എവിടെയാണ്?
പിന്നെ നിങ്ങൾ VS-ന്റെ മന്ത്രിസഭയിൽ തോമസ് ഐസക് പ്രഖ്യാപിച്ച ഡാമിലെ ചളിയൂറ്റി 500 കോടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 50 ലക്ഷം റുപ്യ കിട്ടിയോ? നിങ്ങൾ ഇനി മണലൂറ്റി വെക്കുന്ന പറയുന്നത് ഏത് പാരിസ്ഥിതിക പഠനത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സന്ദീപ്. 2 പ്രളയം കഴിഞ്ഞ നാടാണ്, 2 മഹാപ്രളയങ്ങളെ അഭിമുഖീകരിച്ച നാടാണ്. ഏത് പാരിസ്ഥിതിക അനുമതി നിങ്ങൾക്കുള്ളത്? ഞാൻ അതിലേക്ക് You are watching Reporter Evening Show.